നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവും വേടനും ഇവർ രണ്ടുപേരും മലയാളിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവരുടേതായിട്ടുള്ള മേഖലകളിലെ വ്യക്തിപരമായ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോൾ കേരളം ഇവരുടെ പേര് കേൾക്കുമ്പോൾ ഓർമ്മിക്കുന്നത് സ്ത്രീപീഡനം അല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന, അതായത് ഫെബ്രുവരി 5-ാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നു, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെല്ലാം ബലാത്സംഗമായി കാണാൻ കഴിയില്ല. കീഴ്ക്കോടതികൾ ഇത്തരം കേസുകളെ, ബലാത്സംഗ കേസുകളെ നിർണ്ണയിക്കുന്നതിൽ നല്ല ജാഗ്രത പുലർത്തണം എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് സുപ്രീം കോടതി പലതവണ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, ഈ നിയമം, സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് കൊണ്ടുവന്ന ഈ നിയമം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന്. അത് വളരെ യാഥാർത്ഥ്യവുമാണ്. കാരണം അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ട, മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേരളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന എന്നർത്ഥം തന്നെയാണ്. എല്ലാ ഇത്തരം കേസുകളും, തുടക്കം മുതലുള്ള കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് ഇത് ദുരുപയോഗം ചെയ്തതിൻ്റെ കാഴ്ചയാണ്. ഒന്നുകിൽ രാഷ്ട്രീയ താല്പര്യം, അതല്ലെങ്കിൽ വ്യക്തി താല്പര്യം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഗണന വെച്ചുകൊണ്ടാണ് ഈ ഒരു നിയമത്തെ കരുവാക്കിക്കൊണ്ട് കോടതികളെ സമീപിക്കുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഇത്തരം കേസുകൾ എണ്ണമറ്റതാണെന്നാണ് കേൾക്കുന്നത്. അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വേടൻ്റെയും സംഭവം എടുക്കുക. ഇത് രണ്ടും സ്ത്രീപീഡന കേസുകളിലെ പട്ടികയിൽപ്പെടുത്തുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സർക്കാർ വേട്ടയാടുന്നു. അതേസമയം വേടനെ സർക്കാർ അവാർഡ് കൊടുത്ത് ആദരിക്കുകയും നവോത്ഥാന നായകനായും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിന് എതിരെയുള്ള പോരാട്ടത്തിൽ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള വേട്ടയിൽ വേടനെ നായകനാക്കി ഉയർത്തി കാട്ടുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ദുരുപയോഗമാണ്. വേടൻ്റെ ജൻസികളുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ആ ഒരു പിന്തുണയും സ്വാധീനവും മുതലെടുക്കാൻ വേണ്ടിയാണ് വേടനെ ചേർത്ത് നിർത്താനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ, അവരുടെ അവകാശങ്ങളെയും അവരുടെ സുരക്ഷയെയും അവരുടെ മാനത്തെയും സംരക്ഷിക്കുക എന്നുള്ള മറ്റൊരു പരിവേഷം ഉയർത്തിക്കാട്ടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സർക്കാർ ഈ രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ വേട്ടയാടുക തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് എതിരെ കൃത്യമായ ഒരു കേസ് പോലും, ഒരു FIR പോലും വേണ്ട രീതിയിൽ ഇടാതെയാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ വേടൻ്റെയും പ്രവൃത്തികൾ ന്യായീകരിക്കപ്പെടുന്നു എന്നല്ല. ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തകന് സ്വീകാര്യമല്ലാത്തതും, മാത്രവുമല്ല ഒരു സാധാരണ വ്യക്തിക്ക് പോലും സ്വീകാര്യമല്ലാത്ത സ്വഭാവ വൈകല്യത്തിൻ്റെ ഉടമ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് വളരെ അനായാസം, വിശേഷിച്ചും ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഊരി വരാൻ കഴിയും. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നോക്കുക. അദ്ദേഹത്തിന് ഒരു കേസിൽ ജാമ്യം കിട്ടി, മറ്റൊന്നിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, അതിനെ ബലാത്സംഗ കേസിൻ്റെ ഗണത്തിൽ പെടുത്താൻ കഴിയുമോ എന്നുള്ളതും കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. സുപ്രീം കോടതി ഈ വിഷയം ഉന്നയിക്കാൻ കാരണം ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെ സഹപ്രവർത്തക, അതായത് വിവാഹിതയായ സഹപ്രവർത്തക നൽകിയ ബലാത്സംഗ കേസിലാണ് ഈ വിധി അല്ലെങ്കിൽ ഈ ഉത്തരവ് സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും ആ ബന്ധത്തിൽ നിന്ന്
മോചിതയാകാതെ മറ്റൊരു വിവാഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള ആ ഒരു വാദം, ആ സമീപനം നിലനിൽക്കില്ല എന്നാണ് വ്യക്തമായ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതേ സംഗതി തന്നെയാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയിട്ടുള്ള കേസുകളുടെയും പൊതു സ്വഭാവം. അതുപോലെ തന്നെ വേടന്റെ കേസിലേക്ക് വരികയാണെങ്കിലും വേടന്റെയും ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് വേടൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. അപ്പം ഈ രീതിയിൽ വളരെ ദുഷ്ടലാക്കോടുകൂടി വളരെ അത്യാവശ്യമായ, കാരണം ഇന്ന് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പല രീതിയിലും ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഈ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. അതുകൊണ്ടാണ് വർത്തമാനകാലത്തിലെ സംഭവങ്ങളുടെയും സ്ഥിതിഗതികളുടെയും അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇത്തരമൊരു നിയമം കഠിന ഉപാധികളോടെയുള്ള അല്ലെങ്കിൽ കഠിന വ്യവസ്ഥകളോടെയുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ആ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ, സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ സാമൂഹികമായ ഒരു മാറ്റവും വരികയാണ്. കാരണം ഇത്തരമൊരു കേസ് ആവിർഭവിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥ കേസാണെങ്കിൽ അതിലെ പ്രതികൾക്ക് വളരെ ന്യായമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. ഇത് ബോധപൂർവം വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് വളരെ അനായാസം സമൂഹത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത്തരം കേസുകളിലെ തെളിവുകൾ പീഡനമാണോ അല്ലെങ്കിൽ ബലാത്സംഗമാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലാണ് യഥാർത്ഥ പ്രതികൾക്ക് ഈ കഠിന വ്യവസ്ഥകളോടുകൂടിയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള വാതിൽ തുറക്കലുകളാണ് ഇത്തരം കേസുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഉത്തരവ് സൂചിപ്പിക്കുന്നത്.